ഇവിടെ തലവലാദികളിൽ നിന്ന് സ്വാമിയുടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ താൻ എന്നോട് ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ എന്ത് ചതി ചെയ്തെന്നാ മാഷി പറയുന്നത്? ആരുടെയും മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. പ്രേമന്റെ ശല്യത്തിൽ നിന്നും സാവിത്രിക്കുട്ടിയെ രക്ഷിച്ചതിന്റെ നന്ദി സൂചകമായി ആ കുട്ടി എന്നെ സ്നേഹിച്ചു. അങ്ങനെ ഞാനും ആ കുട്ടിയെ സ്നേഹിക്കാൻ നിർബന്ധിതനായി തീർന്നു. അത്രേ ഉള്ളൂ. എടോ, കളരി അഭ്യാസം അറിയാമെന്ന് വെച്ച് എന്ത് തോന്നിവാസം കാണിച്ചാൽ ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ലെന്നാണ് തന്റെ വിചാരം. സ്വാമി എന്നെ തല്ലില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ഉത്തരവാദിത്തത്തിലാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്കൊരു പ്രശ്നം വരുമ്പോ അപ്പുണ്ണി മാഷെങ്കിലും എന്നോടൊപ്പം ഉണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത്. ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാമെന്ന് അപ്പുണ്ണി മാഷ് വിചാരിക്കണ്ട. പയ്യോളിയിൽ കളരിയും അഭ്യാസവുമായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന എന്നെ ഇവിടെ കൊണ്ടുവന്ന് സാവിത്രിക്കുട്ടിയുമായി അടുക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടാക്കി തന്നത് മാഷാണ്. ആരെ? ഞാനോ? അതെ. ഇനി ഞങ്ങളെ ഒന്നിപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വവും മാഷിന്റേതാണ്. അതെ മാഷ്, സാവിത്രിക്കുട്ടി ഇല്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിമിഷം നിന്ന് ഇവിടെ കണ്ടുപോകുന്നത് എന്റെ മകളെ നിനക്ക് വിവാഹം കഴിക്കണമല്ലേ? അതിന് ഈ സ്വാമി രണ്ടാമതൊരു ജന്മം ജനിക്കണമെന്ന് രണ്ടാമതൊരു ജന്മം എടാ, നിന്നോട് എന്നോട് ചോദിക്കേണ്ട ഒരു കാര്യം. എന്താ ഇത്? എന്താ ഈ സ്വാമിക്ക് എല്ലാവരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. ദ്രോഹി, എന്റെ പെൺകുട്ടികളെ മയക്കി എടുക്കാൻ നിങ്ങൾ എല്ലാം പ്രശ്നം ഉണ്ടാക്കരുത്. നിയമപരമായി നോക്കിയാൽ പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും ഇന്ത്യയിൽ ഒന്നും പറയണ്ട. സ്വാമി ഇതേ ഉണ്ടാതിരി അയൽവക്കാരുടെ സ്വാമിയുടെ മക്കൾക്കല്ലേ പേരുദോഷം. ഇങ്ങോട്ട് വരാൻ പറയും. സ്വാമി ഇവിടെ കിടന്ന് ഈ പുകിലൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് വീട്ടിൽ എന്തായിരിക്കും? ആ പെമ്പിള്ളേരെ വല്ലത് ഉപദ്രവിച്ച് കാണുമോ? അവരെ വീട്ടിൽ നിന്ന് മാറ്റി കാണുമോന്ന എന്റെ പേടി. അങ്ങനെ മാറ്റിയാ ഞാൻ അപ്പൊ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യും. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഒരു മണ്ടനെ കയ്യിലെടുത്താലേ കാര്യങ്ങൾ നടക്കും. അയ്യോ, ഞാൻ തന്നെയല്ല, അപ്പുണ്ണി മാഷിനെ. മാഷേ, മാഷേ. ആരാ? എന്താ ഈ അസമയത്ത്? മാഷിനൊന്ന് കാണാൻ വന്നതാ. ശരി ശരി, വാ. ഇരിക്കേ. എനിക്ക് ഈ നാട്ടിൽ മാഷിനെ അല്ലാതെ വേറെ ആരെയും പരിചയമില്ല. തുറന്നു പറയാമല്ലോ മാഷേ, സ്വാമിയല്ല ഈ ലോകം മുഴുവൻ എതിർത്താലും ശരി, സാവിത്രിക്കുട്ടിയെ ഞാൻ സ്വന്തമാക്കും. അതുപോലെ തന്നെയാ എന്റെയും ഗായത്രിയുടെയും കാര്യവും. അല്ല, നിങ്ങൾക്ക് പ്രേമിക്കണമെങ്കിൽ സ്വന്തം ജാതിയിൽപ്പെട്ട ആരെങ്കിലും ആകാമായിരുന്നില്ലേ? ഈ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട കുട്ടികളെ തന്നെ വേണമെന്ന് എന്താ അത്ര നിർബന്ധം? അല്ല, അതിപ്പോ കുലവും ജാതിയൊക്കെ നോക്കിയിട്ട് പ്രേമിക്കാൻ പറ്റുമോ മാഷേ? നമ്മുടെ പരാശര മുനി തന്നെ ഒരു മുക്കോ സ്ത്രീയല്ലേ വിവാഹം കഴിച്ചത്. അതെന്നാ? അത് പുരാണമല്ലേ, അതിന് പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നുമില്ല. ഇതെന്താ? ഗൾഫിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് വന്നപ്പോ കൊണ്ടുവന്നതാ. ബൊക്കാർഡി ഗോൾഡ് റിസർവ് റം. ഇതിനകത്ത് അല്പം സ്വർണം കൂടി ഉരുക്കി ഒഴിച്ചു. സ്വർണ്ണോ? അപ്പൊ ദേഹകാന്തി വർദ്ധിപ്പിക്കുന്ന ഇനവല്ലേ? അതുകൊണ്ടല്ലേ മാഷിനെ തന്നെ തരാമെന്ന് വെച്ചത്. വാസു വാസു വാസു, കുറച്ച് വെള്ളവും ഒരു 3 ഗ്ലാസ് കൊണ്ടുവാ. അപ്പൊ തുടങ്ങാല്ലേ? അടിക്കണമെങ്കിൽ ഫോറിൻ അടിക്കണമെന്ന് പറയുന്ന ഇതാ. ഒരിക്കലും ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ട? സ്വാമി ആളൊരു കള്ളനാ. നിങ്ങൾക്കറിയാവോ, പണ്ട് പൂജപ്പുര ആര്യഭവൻ ഹോട്ടലില് പണ്ട് ആര്യായിരുന്നു ഈ ശവം. അവിടുത്തെ ഹരിഹരയ്യരുടെ മകൾ ശാരദാമ്പാളിനെ പ്രേമിച്ച് കട്ടോണ്ട് പോകുന്നതാ. നേരെ കൊണ്ടുവന്നതല്ല. ആ പാരമ്പര്യം ഈ മക്കള് കാണിച്ചാൽ എന്താണോ തെറ്റ്? ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത് മാഷേ? കട്ടോണ്ട് പോട്ടെ? അതൊന്നും വേണ്ട മക്കള്, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. നിങ്ങൾ ലോഡ്ജിൽ നൽകേണ്ട ഒരു കാര്യമില്ല. ലോഡ്ജും കടയും പെൺപിള്ളേരുടെ പേരില്ല. കല്യാണം കഴിഞ്ഞാൽ ഈ ലോഡ്ജ് നടത്തിക്കും. നിനക്ക് പണിയൊന്നുമില്ലല്ലോ, നീ ഹോട്ടലും നടത്തുക. സ്വാമിയെ നമുക്ക് അവിടുന്ന് പൂജിക്കാം. நீ போய் போலீஸ்ல ஒன்னும் கம்ப்ளைண்ட் பண்ண வேண்டாம். ஏற்கனவே கம்ப்ளைண்ட் பண்ணி பட்டப்பாடு போறாதா? இனிமே போய் கம்ப்ளைண்ட் பண்ண வீட்டுல இருக்கிற பொம்பளை பசங்க தான் போய் போலீஸ் ஸ்டேஷன் நிக்கணும் சொல்லிட்டேன்.
நீ என்ன பண்ண சொல்றேன்? டேய் சுப்புடு, இந்த ஒத்த பாலத்துல இருக்கானே அத்தை புள்ள வெங்கடி, அவனுக்கு ஒரு தந்திய குடுறா. ஐயோ, அவன் திருட்டு பயனாச்சு. போன வாட்டி வந்த போதே என் சீக்கோ, வாட்சி, பேனை, கல்லாப்பட்டியில் இருந்த காசு எல்லாத்தையும் திருடிட்டு போயிட்டான். நம்ம இப்ப இருக்கிற நிலைமையில அவனுக்கு சாப்பாடு போடவே முடியாதுக்க. ஏண்டா அத பார்த்தா முடியுமாடா? அந்த கடி பசங்களை வெளியில அனுப்புறது யாரு? உன்னால என்னால முடியுமா? அந்த வெங்கடி இடுப்புல இருக்கிற கத்திய பார்த்தா அந்த பசங்க வெட 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 நடுங்க மாட்டானுங்க. அது வேணுமாக்க? வேணுண்டா, நான் சொல்றத நீ கேளு. முதல்ல அவளுக்கு தந்திய கொடு. பொம்பளை பசங்களை கலாட்டா பண்றாங்க, கலாட்டா. கொடுத்து தொலைக்கிறேன். சாமி 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 என்னடா சாமி, வீட்டுல வெங்கடி வந்த சாமியோட படிச்சு எல்லாம் പറഞ്ഞു. ஐயோ வந்துட்டான். சூரிய அவளை வச்சுட்டான வந்தத அவன் கண்ணு கண்ணா லத்திர தண்ணி. கோவிந்தா. ஐயோ கோவிந்தனால சாமி, வெங்கடி. அதுதான்டா. என்னடி லவ் பண்ற? உனக்கு அவ்வளவு திமிரா? அந்த அயோக்கிய ராஸ்கல் சொல்லடி, அவனை நான் கொன்னிடுவேன், கிழிச்சிடுவேன். அங்க போ அனந்து, கலரி எல்லாம் படிச்சுவேன். இப்படி வேலை காமிச்சா இந்த நுனியிலே அளந்திருத்துடுவேன். இந்த கத்தியால அந்த விரலை வெட்டிடுவேன். கலரியானாலும் சரி, பெரிய கொம்பனானாலும் சரி, இந்த வெங்கடி கிட்ட ஒண்ணுமே நடக்காது. அண்ணா எங்கிட்ட ஒரு வார்த்தை சொல்லக்கூடாதா? அண்ணா கவலைப்பட வேண்டாம், இன்னைக்கு நைட்டு 12 மணிக்குள்ள அவங்களை க்ளோஸ் பண்ணிடுவேன். இப்ப டைம் என்ன? உங்களுக்கு வந்தது வெங்கடி. இதுக்கு முன்னால திருடிட்டு போன சீக்கோ வாட்சாச்சு. இந்த தண்ணி சாப்பிட்டாச்சா? அது ஒண்ணும் எனக்கு தேவையில்லை, எனக்கு டைம் தான் முக்கியம். ஆமா, நான் டைம் பார்த்து எல்லாமே பண்ணிடுவேன். எங்கட அந்த ராஸ்கல் இறங்கி வாழ, தைரியம் இருந்து இறங்கி வாழ. ஒரு கிளாஸ் பால். தைரியம் இருந்து இறங்கி வாடா. என் அண்ணா குழந்தைகளை காதலிக்க உனக்கு என்ன யோகியம் இருக்கிறோம்? வாடா. ஏண்டா இங்க குடிக்கிறதும் போடுறேன்? அவங்க எல்லாம் மேலே இருக்கு, அங்க போ. எங்க போய் கத்தியால குத்தாதடா. நல்லொரு காரியத்தில் உம குறையன்னு விழிக்காது. கத்தி இல்லாமல் வெங்கடி இல்லை, வெங்கடி இல்லாமல் கத்தி இல்லை. വാതിൽ തുറക്ക. വെങ്കടിയാ പറയുന്നത്. തുറക്കാൻ തുറക്കണ, മര്യാദക്ക് തുറക്കാനാണ് പറഞ്ഞത്. ചവിട്ടി പൊളിക്ക. എന്നെ കൊണ്ട് തുറപ്പിക്കാവോന്ന് ഞാനും നോക്കട്ടെ. അയ്യോ അമ്മ, ഇതിന്റെ കത്തി എവിടെ പോയി? എവിടെ കത്തി? അയ്യോ അതെ, മൂക്കിന് ചോര. അവനെ വെറുതെ വിട്ടോ. ഒരു പ്രശ്നമില്ല. പിടിച്ചോ, ആട്ടിൻകുട്ടിയോട് ഏറ്റുമുട്ടാൻ ആനയല്ല, ആനയോട് ഏറ്റുമുട്ടാൻ ആട്ടിൻകുട്ടിയല്ല കൊണ്ടുവരേണ്ടത്. കൊഞ്ചം തണ്ണി കുടിക്ക. തണ്ണി വേണം. ഞാൻ കൊഞ്ചം തണ്ണി സാപ്പിട്ടേ, അതിനാലാ താൻ ഞാൻ വീണ്ടും വരുവേ. വെങ്കടി പോയിടേ. അവന് വല്ല അരിഷ്ടം വാങ്ങിച്ചോട്.